നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റിനെ കുറിച്ചിട്ടാണ്. വെറുതെ ഒരു കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പോസിബിൾ അല്ല. എല്ലായിടത്തും ആ വാല്യൂ സെയിം ആവണമെന്നില്ല. അതുകൊണ്ടാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന കോൺസെപ്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? ഡെഫിനിഷൻ ഒന്നല്ല, നമുക്ക് ഇമ്പോർട്ടന്റ് പഠിക്കാനുള്ളത് അതിന്റെ ഇക്വേഷൻ ആണ്. The molar conductivity delta M is equal to K by C ആണ്. Where K is known as the conductivity and C is the concentration. In another way, ഈ കോൺസെൻട്രേഷന് നമുക്ക് മൊളാരിറ്റി എന്നും പറയാം. കാരണം നമ്മൾ പഠിച്ചു, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസിന് നിങ്ങൾ പഠിച്ചു, നമുക്ക് കോൺസെൻട്രേഷനെ പല ടേംസിലും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഈ സിക്ക് പകരം എനിക്ക് എന്തും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മൊളാരിറ്റിയും കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഇറ്റ് ചേഞ്ചസ് ഇൻടു കെ ഇൻടു 1000 ബൈ എം എന്നും നമുക്ക് എന്ത് മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷനെ എഴുതാം. കെ ഇൻടു 1000 ബൈ എം എന്നും നമുക്ക് എഴുതാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈല്യൂഷൻ ആണ്. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താ? കെ ഇൻടു 1000 ബൈ എം ആണ്, അല്ലെങ്കിൽ കെ ബൈ സി ആണ്. ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ഡൈല്യൂഷൻ? അതിന് കോൺസെൻട്രേഷൻ കുറയ്ക്കുക. ഇപ്പൊ ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? വെള്ളമെടുത്ത് ഒഴിക്കല്ലേ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വേറൊരു സെപ്പറേറ്റ് മോളിക്യൂൾസ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്യുന്നത്, അല്ലെ? ഓക്കെ. സോ ഓൺ ഡൈല്യൂഷൻ ഒരു പെർട്ടിക്കുലർ അയോണിക് സൊല്യൂഷന്റെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിക്കും മോളാർ കണ്ടക്ടിവിറ്റിക്കും എന്താണ് വ്യത്യാസം സംഭവിക്കുക? ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് കണ്ടക്ടിവിറ്റിനെ കുറിച്ച് പറയാം. കണ്ടക്ടിവിറ്റിയുടെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ എന്താ അവിടെ ഉണ്ടാവുക? കുറെ മോളിക്യൂൾസ് വീണ്ടും അധികം വരികയാണ് ചെയ്യുന്നത്. സോ മോളിക്യൂൾസുകൾ വരുന്നതിനനുസരിച്ച് എന്ത് കൂടും? വോളിയം കൂടും. വോളിയം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇഫക്റ്റീവ് ആറ്റം ഡിക്രീസ് ചെയ്യും. അത് എന്ത് ഡിക്രീസ് ചെയ്യിപ്പിക്കും? പെർ യൂണിറ്റ് വോളിയത്തിലുള്ള കണ്ടക്ടൻസ് കുറയ്ക്കും. അങ്ങനെ കണ്ടക്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരും കുറയും? കണ്ടക്ടിവിറ്റിയും കുറയും. സോ ഓൺ ഡൈല്യൂഷൻ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്താ? ഓൺ ഡൈല്യൂഷൻ ദ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ് വിച്ച് ഡിക്രീസ് ദ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സൊല്യൂഷൻ which else decreases the conductance and hence conductivity decreases. നമ്മുടെ ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ ഒരു സ്ട്രോങ് എന്താണ് സ്ട്രോങ്ങും വീക്കും ഇലക്ട്രോലൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇൻ ഹയർ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ NaCl എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. കാരണം എന്താ? ഈവൻ ഇൻ ഹയർ കോൺസെൻട്രേഷൻ ഇറ്റ് ക്യാൻ ഡിസോസിയേറ്റ് ഇൻടു Na+ Cl-. അതിനെ സെപ്പറേറ്റ് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. വൈൽ വീക്ക് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. ഇനി എന്താണ് ഈ വീക്ക് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? കംപ്ലീറ്റ്ലി അയോണൈസബിൾ അല്ലാത്തവ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. CH3COOH. ഈ CH3COOH എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിക്ക് സ്ട്രോങ് ആൻഡ് വീക്കില് വിത്ത് ഡൈല്യൂഷൻ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നാണ് അറിയേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യം എടുക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. എന്താ നമ്മൾ പറഞ്ഞത്? ഓൺ ഡൈല്യൂഷൻ ഈവൻ ഇൻ ലോ ഡൈല്യൂഷനിൽ പോലും ഒരു റിമാർക്കബിൾ ചേഞ്ച് ആണ് ഉണ്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ കാണുന്നത്. എന്താ ഉണ്ടാവുന്നത്? ഒരു റിമാർക്കബിൾ ഇൻക്രീസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെ? യെസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ കൂടാനുള്ള റീസൺ?
സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ അവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർ അയോണിക് അട്രാക്ഷൻ കുറയാണ്, വിച്ച് ഇൻക്രീസസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇലക്ട്രോൺസുകളുടെ ഇന്റർ അയോണിക് അട്രാക്ഷൻ കുറയുമ്പോ ആ അയോൺസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അയോൺസ് മൂവ് ചെയ്താലാണ് എന്ത് നടക്കുക? കണ്ടക്ടൻസ് നടത്തുക. കണ്ടക്ടൻസ് കൂടി കഴിഞ്ഞാൽ ഒബിവിയസ്ലി എന്തും കൂടും? കണ്ടക്ടിവിറ്റിയും കൂടും. അതാണ് എന്ത് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ. ഇവൻച്വലി കൂടി 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 വന്ന് അത് അപ് ടു ഒരു മാക്സിമം വാല്യൂ കിട്ടും. ആ മാക്സിമം വാല്യൂവിനെയാണ് നമ്മുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? അപ്പോ ഗ്രാഫിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം വാല്യൂ കിട്ടും. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും റീസണുകളെല്ലാം സെയിം തന്നെയാണ്. എന്താ? ഡൈല്യൂഷൻ നടത്തുമ്പോ ഇന്റർ അയോണിക് അട്രാക്ഷൻ അവിടെ കുറയും. സോ മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. സോ ഇവൻച്വലി നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻക്രീസ് ആണ് കാണുന്നത്. പക്ഷെ ഇവിടെ ആദ്യം പതുക്കെ ഇൻക്രീസും പിന്നെ ഒരു സ്റ്റീഡി ഇൻക്രീസും ആണ് വന്നത്. സോ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോയാണ് കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്നാണ് അതിനെ പറയുന്നത്. സോ എന്താണ് ഈ കോൾറാഷസ് ലോ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റിനെ നമുക്ക് കറസ്പോണ്ടിങ് കാറ്റയോണിന്റെയും ആനയോണിന്റെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം ആയിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യാം. വല്ലതും മനസ്സിലായോ? ഒന്നുമില്ല. കോൾറാഷസ് ലോ നമ്മൾ മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ആർക്ക് വേണ്ടിയിട്ടാ? വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് വേണ്ടിയിട്ടാ. അത് എന്തുകൊണ്ടാ? കാരണം വീക്ക് ഇലക്ട്രോലൈറ്റിൽ നമുക്ക് ഗ്രാഫിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ സാധിക്കില്ല. സ്ട്രെയിറ്റ് ഗ്രാഫ് ആണോ ഇത് ഇങ്ങനെ പോകുന്ന ഗ്രാഫാ. സ്ട്രെയിറ്റ് ആയ കാരണമാണ് എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലെ ΔM0 വാല്യൂ അവിടെ കിട്ടിയത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇതില്. അല്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഈ കോൾറാഷസ് ലോ അവിടെ ഉള്ളത്. കോൾറാഷസ് ലോ എന്താ പറയുന്നത്? ഇപ്പൊ ഒരു പർട്ടിക്കുലർ വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആനയോണിന്റെയും കാറ്റയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ CH3COOH എന്ന അസറ്റിക് ആസിഡ് എന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ അക്കോർഡിംഗ് ടു കോൾറാഷസ് ലോ the limiting molar conductivity of CH3COOH is equal to limiting molar conductivity of CH3COO minus plus delta M0 of H plus. ഇതാണ് എന്ത് കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇത് തന്നെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വെച്ച് കാണാൻ കോൾറാഷസ് ലോ ഹെൽപ്പ് ചെയ്യും. സോ അതെങ്ങനെയാ നമുക്ക് ഹെൽപ്പ് ചെയ്യാം നോക്കാം. എങ്ങനെയാണ് കോൾറാഷസ് ലോ വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെ വെച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് CH3COOH അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണണം. ഈ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താ? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. സോ നമ്മുടെ കയ്യിൽ വേറെ ഒന്നും കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കണ്ടേ മതിയാവൂ. വേറെ വഴി ഒന്നുമില്ല നമ്മുടെ കയ്യില്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ CH3COOHല് CH3COO കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെനെ ആദ്യം എഴുതണം. CH3COO കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സ്ട്രോങ് ആളെന്ന് പറയുന്നത് ആരാന്നറിയോ? സോഡിയം അസറ്റേറ്റ്. ഇത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? CH3COO കിട്ടി. ഇനി നമുക്ക് H വരുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അറിയണം.
അതേത് എച്ച് വരുന്നത്? HCl. യെസ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? HCl. ഇനി അപ്പൊ എന്റെ CH3COയും വന്നു, എച്ചും വന്നു. ഈ എണ്ണയും ഈ സിഎലും നമുക്ക് ആവശ്യമില്ലല്ലോ, ഇല്ല. അപ്പൊ ഈ എണ്ണയും സിഎലിനെയും കളയാൻ ഞാൻ ആരേലും എടുക്കുന്നു? ഈ NaCl എടുക്കുന്നു. അപ്പൊ നമ്മള് CH3COH അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ട് 3 സ്ട്രോങ് ആയിട്ടുള്ള ആ അയോൺ കണ്ടെയ്നിങ് എന്തെടുത്തു? ആ അയോൺ കണ്ടെയ്നിങ് എന്തെടുത്തു? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുത്തു. ഇതേപോലെ തന്നെയല്ലേ ഇവിടെ ആരാ? ആനയോൺ ആണ് CH3CO മൈനസ്. ഇതേപോലെ തന്നെ ഇവിടെ H+ എന്ന് പറയുന്നത് എന്താ? കാറ്റയോൺ ആണ്. സോ എനിക്ക് ഇതിന്റെ എല്ലാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇങ്ങനെയാണ് ഇത് കൂടെ അക്കോർഡിംഗ് ടു കോൾ-റാഷസ് ലോ. അക്കോർഡിംഗ് ടു കോൾ-റാഷസ് ലോ λm0 CH3COONA is equal to λm0 CH3COO minus plus λm0 Na plus. ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് വൺ λm0 ഏതായിരുന്നു? HCl. HCl is equal to λm0 H plus λm0 Cl minus. ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ദെൻ ആ എന്നിനും എന്നേക്കും സിഎല്ലിനും കളയാൻ ആരെ കൊടുക്കുന്നു? NaCl കൊടുക്കുന്നു. ഇറ്റ് ഇസ് ഈക്വൽ ടു λm0 Na plus λm0 Cl minus. ഇക്വേഷൻ 3 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് CH3COOH കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1 plus 2 minus 3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? λm0 of CH3COOH is equal to λm0 of CH3COO minus plus λm0 of CH+ എന്ന് വരും. അവിടെ ഓരോന്നിന്റെ വാല്യൂസ് പ്രൊവൈഡഡ് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന് ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതിനൊക്കെ നമുക്ക് അവിടെ വാല്യൂകൾ തരും മക്കളെ. അപ്പൊ ആ വാല്യൂകൾ നമ്മൾ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ലാസ്റ്റ് റിസൾട്ടിലേക്ക് എത്താം. എന്ത് കിട്ടും? CH3COOHന്റെ λm0 നമുക്ക് കിട്ടും. CH3CO മൈനസിന്റെ λm0 അവർ തരും. അതേപോലെ തന്നെ Na+ന്റെ λm0 തരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. H+ന്റെയും Cl മൈനസിന്റെ തരും പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഈ Na+ഉം Cl മൈനസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ NaCl കാണാലോ. എന്നിട്ട് അത് വെച്ചിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. സോ എന്താണ്? കോൾ-റാഷസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാം. ഒരു ഇതും കൂടി ഉണ്ട്, ഒരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട് നമുക്ക് കോൾ-റാഷസ് ലോന്റെ. എന്താണെന്ന് അറിയാം? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസസോസിയേഷൻ കാണാൻ ഈ കോൾ-റാഷസ് ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസസോസിയേഷൻ കാണാൻ കോൾ-റാഷസ് ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒന്നും പഠിക്കാനില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ മാത്രമേ പഠിക്കാവുള്ളൂ. ഇക്വേഷൻ ആൽഫ സ്റ്റാൻഡ്സ് ഫോർ ഡിഗ്രി ഓഫ് ഡിസസോസിയേഷൻ ഇസ് ഈക്വൽ ടു λm/λm0 ആണ്. അപ്പൊ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ഡിഗ്രി ഓഫ് ഡിസസോസിയേഷനും പറയുന്ന റിലേഷൻ എന്താ? ആൽഫ ഇസ് ഈക്വൽ ടു λm/λm0. സോ ഇത്രയാണ് എന്ത് നമുക്ക് ഈ കോൾ-റാഷസ് ലോ കണക്ട് ചെയ്ത്